ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ മാവോവാദി ആക്രമണത്തിൽ 9 ജവാന്മാർക്ക് വീരമൃത്യു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയാണ് മാവോവാദികളുടെ ആക്രമണമുണ്ടായത്. IED സ്ഫോടനമാണ് നടന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ എന്താണ്? ജവാന്മാരുടെ വിവരങ്ങളടക്കം പുറത്തുവന്നു തുടങ്ങിയോ? അപർണ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. മാവോയിസ്റ്റുകൾ കുഴിബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടനം ആണ് നടത്തിയത്. ഈ സ്ഫോടനത്തിൽ ആണ് 8 ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ഒപ്പം ഒരു ഡ്രൈവറും ഈ ആക്രമണത്തിൽ മരണപ്പെട്ടു. ഈ 8 ജവാന്മാർ എന്നത് 8 സൈനികർ എന്നത് ഭീകരവിരുദ്ധ അല്ലെങ്കിൽ മാവോയിസ്റ്റ് വിരുദ്ധ സംഘത്തിൽപ്പെടുന്നവർ ആണ് എന്നതാണ് ഏറെ ദുഃഖകരം. ഇവർ ഏതാനും ദിവസങ്ങൾ ആയി ബിജാപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാവോയിസ്റ്റുകളെ തുരത്തുന്ന ദൗത്യത്തിൽ വ്യാപൃതരായിരുന്നു. അതുമാത്രവുമല്ല, ഇന്ന് രാവിലെ ഇത്തരത്തിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകളെ ഈ സംഘം വധിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 2 വനിതകളും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഒപ്പം AK-47 പോലെയുള്ള ആയുധങ്ങൾ അടക്കം ഇവർ പിടികൂടുകയും ചെയ്തു. ഇങ്ങനെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബസ്തർ മേഖലയിൽ, നമുക്കറിയാം ഛത്തീസ്ഗഡിലെ ഏറ്റവും അധികം മാവോയിസ്റ്റ് സ്വാധീനം ഉള്ള മേഖലയാണിത്. ഈ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദൗത്യം ആണ് മാവോയിസ്റ്റുകളെ തുരത്തുക എന്നുള്ളത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി പ്രാദേശിക പോലീസ് സംവിധാനത്തോട് ഒപ്പം ചേർന്നുകൊണ്ടാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ അധികം ദിവസമായി ഇവർ മാവോയിസ്റ്റുകളെ തുരത്തുന്ന ദൗത്യത്തിൽ വ്യാപൃതർ ആയിരുന്നു. അതിനുശേഷം ഈ സംഘം മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ കുഴിബോംബ് സ്ഫോടനം ആണ് നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നടക്കുന്നത് കുഴിബോംബ് സ്ഫോടന രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ സംഘത്തിന് ഇങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെയൊരു ആക്രമണ പദ്ധതി ഉള്ളതായി തിരിച്ചറിയാൻ സാധിച്ചില്ല. അതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. സ്കോർപിയോ വാഹനത്തിൽ ആയിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഫോടനത്തിൽ സ്കോർപിയോ വാഹനം പൂർണ്ണമായും തകർന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വാഹനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ വിഷ്ണുദേവ് സായ് ഇതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ധീര സൈനികരെ ആണ് നഷ്ടമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള എന്തൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാലും മാവോയിസ്റ്റുകളെ തുരത്തുക എന്ന ദൗത്യത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നിലേക്ക് പോവുക ഇല്ല എന്നും ഇത്തരം ദൗത്യം തുടരും എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് സുന്ദർ രാജ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് IED ബ്ലാസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ആണ് ഇത്തരത്തിൽ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നാണ് ഇൻസ്പെക്ടർ ജനറൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ സംഘം, അതായത് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട സംഘം തന്നെ നേരത്തെ നമുക്കറിയാം പലപ്പോഴും ഈ മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന ഇത്തരം ബോംബുകൾ എന്നതൊക്കെ നേരത്തെ കുഴിച്ചിടുന്നതാണ്. ഈ വഴിയിലൂടെയൊക്കെ സംഘം എത്തുമ്പോൾ അല്ലെങ്കിൽ ദൗത്യ സംഘം എത്തുമ്പോൾ അത് പൊട്ടുന്ന ശീലം ആണ് ഉള്ളത്. അതിനപ്പുറത്ത് പെട്ടെന്ന് നടത്തുന്ന ഒരു ആക്രമണം അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുഴിബോംബ് സ്ഫോടനത്തിന് കാരണക്കാരായിട്ടുള്ള മാവോയിസ്റ്റ് സംഘം എന്നത് കൊല്ലപ്പെട്ടവർ ആണോ അതെയോ മറ്റേതെങ്കിലും സംഘമാണോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ബസ്തർ മേഖലയിൽ കനത്ത ജാഗ്രത ഇപ്പോൾ തുടരുകയാണ്. മാവോയിസ്റ്റുകൾക്ക് വേണ്ടി കൂടുതൽ മാവോയിസ്റ്റുകൾ ആ മേഖലയിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലും സജീവമാണ്. അപർണ, ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 9 വീര ജവാന്മാരുടെ വീരമൃത്യുവാണ് ഉണ്ടായിരിക്കുന്നത്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.